നബിയുടെ സദസ്സിൽ ഖുത്തുബ പറയുമ്പോൾ എല്ലാവരും അറബി മനസ്സിലാകുന്ന ആളുകളായിരുന്നു. അപ്പൊ ഖുത്തുബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഉത്ബോധന പ്രസംഗം എന്നാണല്ലോ. അപ്പൊ നമ്മളെ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് ശരിയാണോ? അതായത് ഖുതുബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ദിക്ർ എന്നാണ്. ഫസ്ഔ ഇലാ ദിക്രില്ല. ഹദീസിലും പറഞ്ഞ് യസ്തമിഊന ദിക്റ എന്നാണ്, ദിക്ർ എന്നാണ്. ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ കക്ഷികളും പറയുന്നു നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ ഒരു ദിക്റാണ്. നിർബന്ധമായ കുറെ ദിക്റുകൾ വേറെ ഉണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമായ ഒരു ദിക്റാണ്. ഫാത്തിഹ നിർബന്ധമായ ഒരു ദിക്റാണ്. അത്തഹിയാത്ത് നിർബന്ധമായ ഒരു ദിക്റാണ്. സ്വലാത്ത് നിർബന്ധമായ ദിക്റാണ്. സലാം നിർബന്ധമായ ദിക്റാണ്. ഈ ഖുതുബയല്ലാത്ത 5 ദിക്റുകൾ ഫർലായ ദിക്റാ. വേറൊന്നും ഫർലല്ല. ഈ ഫർലായ 5 ദിക്ർ എടുത്തു നോക്കിയാലും എന്താണ്? അത് അറബിയിലേ നിർവഹിച്ചിട്ടുള്ളൂ, നിർവഹിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അതാണ് ഉദാഹരണമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ പിന്നെ പറയുന്നത് എന്താണ്? അതൊക്കെ അള്ളാനോടല്ലേ? ഈ ഇതോ ഖുതുബ ജനങ്ങളോടല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളാനോടാ. അള്ളാഹ്ക്ക് എന്തിനാ സലാമത്തിന്റെ ആവശ്യം? ഓൾറെഡി സലാമത്ത് തന്നെ അല്ലേ? അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ളത് ആരോടാണ്? ഫത്ഹുൽ മീൻ അടക്കമുള്ള കിതാബുകളിൽ കണ്ട അത് ആരോടാണ്? അത് മലായിക്കത്തിനോടാണ്, അതുപോലെ അടുത്തിരിക്കുന്ന ആൾക്കാരോടാണെന്നൊക്കെ കാണാം. പോട്ടെ. പിന്നെ തിരിയുന്ന പ്രശ്നമാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ തിരിയണം. അതുകൊണ്ട് മലയാളത്തിലാവണം. അങ്ങനെ ചില ആൾക്കാർ പറയാറുള്ളത്. ഖുതുബ തിരിയരുത് എന്നൊരു വാസി സുന്നിയക്കില്ല. തിരിയണം തന്നെ നമ്മളും പറയുന്നത്. അതിനെന്താ വേണ്ടത്? അറബി ഭാഷയിലുള്ള ഖുതുബ തിരിയാൻ എന്താ വേണ്ടത്? ഖുതുബ മാറ്റിയല്ല. നമ്മളൊരു ടൗണിൽ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ചെരുപ്പിട്ട് നോക്കി. ചെരുപ്പിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മടമ്പ് പുറത്ത് ചെരുപ്പകുത്ത്. അങ്ങനെ എന്താണ്? മടമ്പ് ലേശം ചെത്തുക. അങ്ങനെയല്ല വേണ്ടത്. കുറച്ചുകൂടി നീളമുള്ള പാകളുടെ ചെരുപ്പ് എടുക്കുക. ഇതേപോലെ അറബി തിരിയില്ലെങ്കിൽ അറബി പഠിച്ച അതല്ലേ വേണ്ടത്? ഇവര് പറയുന്നത് ശ്രോതാക്കളെ ഭാഷയിലാവണം എന്നാ. പൊന്നാര ഹബീബന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഹജ്ജിന് പോയ എത്ര ആൾക്കാരവിടെ ശ്രോതാക്കളെ ഭാഷയിൽ കുത്തുബോധാൻ പുറപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോഴാണ് അറബി സുഹൃത്തുക്കൾ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. അപ്പണ്ട് അപ്പുറത്ത് കുറെ മലയാളികൾ. ഈ മലയാളികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. നോക്കി നോക്കി നിങ്ങൾ, മലയാളം തന്നെ എത്ര ഭാഷയാണ്? നാദാപുരത്ത് പോയ ഊമ മോനേരി ബന്ധക്ക് കോനായി കുത്തർന്ന് കയറി അന്റെ മോന്തൊക്കൊന്നും തന്നാ കാണാന്ന് പറയും മലപ്പുറത്ത്. പുള്ളിക്കാരൻ എവിടെയാ ഹോ എന്ന് പറയും തെക്കൻ കേരളം. ഇങ്ങനെ പല ആൾക്കാരുമാണ്. ഓലോട് ഓല ഭാഷയിൽ 6 നാട്ടിൽ 100 ഭാഷ എന്നാണ്. അപ്പണ്ട് അപ്പുറത്ത് ഇങ്ങനെ വേറൊരാൾ ഇങ്ങനെ നോക്കണു. ആരാ? തമിഴ്നാട്ടുകാരനാ. ഓ സൊള്ളം മുടിയാതെ ഓ ഇങ്ങനെ നിൽക്കുക. അപ്പുറത്തുണ്ട് ഇത് വേറൊരാള് എന്തു മൂന്തു നാന്തു എന്ന് പറഞ്ഞിട്ട് കർണാടകക്കാര്. അപ്പൊ കുറച്ചപ്പുറത്തുണ്ട് കുറച്ച് ചെറിയ ആൾക്കാർ, വെളുത്ത മനുഷ്യന്മാര്, ചിം ചും ചാം എന്ന് പറയുന്ന ചൈനക്കാര്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഹജ്ജിന് വന്നിട്ടുണ്ട്. അവിടുത്തെ ഖത്തീബ് ഏത് ഭാഷയിലാ ഓതണ്ട്? തിരിയണ ഭാഷയിൽ ഓതുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഓതുക? കിയാമത്ത് വരെ കുത്തുബ കജ്ജുവോ? ഇല്ല. അങ്ങനെയുള്ള മുഴുവൻ ഭാഷയും കൂടി കാണാപ്പാടാക്കാൻ കജ്ജുവോ? ഇല്ല. അത് മൂല്യരെ അത് നിങ്ങൾക്ക് തിരിയേറ്റ ഭൂരിപക്ഷം ഈ തിരിയണ ഭാഷയിൽ ഓതണം എന്നുള്ളത് ഖുർആന അല്ല, ഹദീസ അല്ല. പിന്നെന്താ? മൗലവിന്റെ തൊള്ള. വേറൊന്നാ വിഷയത്തിനില്ല. ഇനി അങ്ങനെന്താ ഭൂരിപക്ഷം നോക്കണം എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം നോക്കണമെന്നില്ല എന്താ തെളിവ്? ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിൻ. അതും തെളിവല്ല, അത് മൗലവിന്റെ വാക്കാം അല്ലേ? അത് ഭൂരിപക്ഷം നോക്കണം എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ് ഇങ്ങനെ നിൽക്കുക. എവിടെ? നമ്മളെ താമരശ്ശേരി. അതിനപ്പുറത്തുണ്ട് ഒരു ഒറ്റ മിനാരുള്ള പള്ളി. ആ ദേവാലയത്തിൽ വെച്ച് വെള്ളിയാഴ്ച ഒരു സംഗതി നടക്കുക. അങ്ങനെ അവിടെ ഇങ്ങനെ ഖുതുബ നടക്കുമ്പോൾ ആകെ മുജാഹിദ് പള്ളിയിൽ എത്ര ഉണ്ടാകുക? 3.25 കുട്ടികളും 2.25 തന്താരും ഉണ്ടാകുക. അങ്ങനെ അവിടെ ഇങ്ങനെ ഖുതുബ നിർവഹിച്ചു നോക്കുമ്പോഴാണ് എന്താണത്? വയനാട്ടിൽ നിന്ന് ചങ്ങരംകുളത്തേക്ക് ഒരു ബസ്, ലേഡീസ് ആൻഡ് ജെന്റ്സ്, ആണും പെണ്ണും കൂടി സമ്മേളനത്തിന് പോവുക. അങ്ങനെ സമ്മേളനത്തിന് ഒരു ബസ് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയിട്ടിങ്ങാണ്ട് പോവുകയാണ്. അങ്ങനെ പെറുക്കിയിടുമ്പോൾ ഒരു തമിഴന്മാരാണ്. എവിടുന്നോ വരിക, നീലഗിരി അപ്പുറത്തുനിന്ന് വരികയാണ്. ഇടങ്ങാറായിട്ട് പള്ളി കയറി നോക്കുമ്പോ ഭൂരിപക്ഷം മാറി. അപ്പൊ ഞാൻ ഖത്തീബ് ഏത് ഭാഷയിലാ ഓതുക? അപ്പൊ ഇവിടെ യുക്തി ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം?
ഈ ഖുതുബയുടെ വിഷയത്തിൽ നബി തങ്ങളുടെ ഫിഅലെന്ത്, ഖൗലെന്ത്, ഖറാറെന്ത്? നബി തങ്ങളുടെ പ്രവൃത്തി നോക്കുമ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ കാണുകയില്ല. സഹാബത്തിന്റെ പ്രവൃത്തിയോ ഖുലഫാഉർ റാഷിദുകൾ ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറയുന്നു വയുസ്തർതു കൗനുൽ ഖുതുബത്തി അറബിയ്യ, ഖുതുബ അറബിയിലായിരിക്കൽ ഷർത്താണ്. ലി അന്ന നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫാഅ ബഅദഹു ഖുലഫാഉർ റാഷിദുകളും കാനു യഖ്തുബൂന ബിൽ അറബിയ്യ, അറബി ഭാഷയിലാണ് ഓതിയത്. ഇത് തന്നെ നേരത്തെ വായിച്ച KM മൗലവി സാഹിബും പറഞ്ഞു ഇല്ലേ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. ഈ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ദീനിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി സ്വന്തം നാടായ ഫാരിസിലേക്ക് പോയി, പേർഷ്യയിലേക്ക് പോയി. ആ പേർഷ്യയിലേക്ക് പോയിട്ട് അവർക്ക് ദീനി വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച ഖുതുബ ഓതുകയാണ്. ആ ഖുതുബ ഓതിയത് ഏത് ഭാഷയിലായിരുന്നു? അറബി ഭാഷയിലായിരുന്നു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരായ നാട്ടുകാരുടെ മുമ്പിൽ അറബി ഭാഷയിലായിരുന്നു നടത്തിയത്. കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ അഹ്മദുൽ മറൂസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരിച്ച വിഷയം ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, കിതാബുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് സുന്നികൾ നടത്തുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.